ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണത് ഓൾ ഓവർ ഡിസൈൻ ആണ്. എന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് നമ്മൾ ഫുൾ സാരി അല്ലെങ്കിൽ ഷോള്, ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റ്, ബെഡ് സ്പ്രെഡ്, പില്ലോ കവർ എന്നിവ എല്ലാ ഇതിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഓൾ ഓവർ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് തയ്ച്ചാൽ വളരെ ഭംഗിയുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് പുതിയ സ്റ്റിച്ചസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ എന്തൊക്കെ സ്റ്റിച്ചസ് ആണ് പഠിച്ചിരിക്കുന്നത് അതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ചസ് എടുത്ത് അത് കുറച്ച് അധികം 4 സ്റ്റിച്ചസ് യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാറ്റേണിൽ തന്നെ 4 ഡിസൈൻ ആണ് നമ്മൾ എടുക്കുന്നത്. അത് പല രീതിയിൽ ഞാൻ ഒരു വേ ഓഫ് മെത്തേഡാണ് കാണിക്കുന്നത്. അത് പല രീതിയിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ചും കൂടെ നല്ലതാക്കണം എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ ഗ്ലിറ്ററി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ത്രെഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ത്രെഡും മിററും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സും പേൾസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്ക്കേണ്ടത് എന്ന് നോക്കാം. ഇതിൻ്റെ ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റാവുന്ന സ്റ്റിച്ചസ് ഒക്കെ മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈനാണ് ചെയ്യണത്. അതിൻ്റെ അകത്ത് 2 സർക്കിളും കുറച്ച് 16 ഡോട്ട്സും ഞാൻ ഇട്ടിട്ടുണ്ട്, ലൈൻസും വരച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പം ഞാൻ ഇവിടെ ഈ സർക്കിൾ 2 വരയ്ക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസൈനിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഡോട്ട്സ് വേണമെങ്കിൽ ഈക്വലായിട്ട് സർക്കിളിന് വരാൻ വേണ്ടിയിട്ട് ഡോട്ട്സ് നിങ്ങൾക്ക് എന്തോരമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 16 ഡോട്ട്സാണ് വരച്ചിരിക്കുന്നത്. ഒരു സർക്കിളിന് 16 പാർട്ടീഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്ററിൽ മിററാണ് ചെയ്യുന്നത്. അപ്പോൾ മിറർ നമുക്ക് പേസ്റ്റ് ചെയ്യാം, ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അത് വെച്ച് മിററിൽ പിടിച്ചിട്ട് തയ്ച്ച് തുടങ്ങിയേച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ ഉണങ്ങാനായിട്ട് വെക്കുന്നില്ല, ഉടനെ തന്നെ തയ്ച്ച് തുടങ്ങുവാണ്. മിററിൽ പിടിച്ചുകൊണ്ട് തന്നെ അനക്കാണ്ട് തന്നെ തയ്ച്ച് തുടങ്ങുവാണ്. നിങ്ങളാണെങ്കിൽ തയ്ക്കാൻ നേരത്ത് ഉടനെ തന്നെ തയ്ക്കാൻ പോകണ്ട, ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് തയ്ച്ച് വെച്ചാൽ മതി. അപ്പം ഞാൻ ഇത് മിറർ തയ്ക്കണമെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്ച്ച് തീർക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഏത് സ്റ്റിച്ചാണെന്ന് വെച്ചാൽ ആ മിറർ സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഈ ചുറ്റുമുള്ള ഫ്രെയിം തയ്ച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ട്രയാങ്കിൾ തയ്ച്ചിട്ടാണ് തയ്ച്ചു പോണത്. ഒരു ട്രയാങ്കിളാണ് ഫോം ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് മിററിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ചിലവർ ട്രയാങ്കിൾ കൊടുക്കും, ചിലവർ സ്ക്വയർ തയ്ക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രെയിം മേടിച്ചിട്ട് ഒട്ടിച്ചാലും മതി, കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ ഇത് ഗ്ലൂ വെച്ചാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെങ്കിലും അത് ഉണങ്ങിയിട്ടില്ല. അതിന് മുമ്പേ നമ്മൾ തയ്ക്കാൻ പോകുന്ന കാരണം മിറർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അപ്പോൾ അത് മിററിൽ മുറുക്കെ പിടിച്ച് തന്നെ തയ്ക്കുക. ഇപ്പോൾ ഒട്ടിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ തയ്ച്ചിരിക്കുന്നത് അത്ര ടൈറ്റല്ല എന്നുണ്ടെങ്കിൽ മിറർ പുറത്തോട്ട് ഊരിപ്പോരും. അപ്പോൾ അത് ലൂസാണെങ്കിലും ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചത് ടിപ്പ് ഈ സൈഡിലായിരുന്നു വന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടിപ്പ് ഈ സൈഡിൽ വരാനായിട്ട് ഒരു ട്രയാങ്കിളും കൂടെ ഞാൻ തയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി തയ്ക്കും. നമ്മൾ 2 ട്രയാങ്കിളാണ് ഔട്ട്ലൈനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെയൊക്കെ സൈഡ്സിൻ്റെയൊക്കെ നടുക്കേ കൂടെ, അടിയിൽ കൂടെ, ത്രെഡിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ നേരത്തെ എങ്ങനെയാണോ ത്രെഡ് വെക്കുന്നത് അതുപോലെ നീഡിലിൻ്റെ താഴത്തെ കൂടെ ത്രെഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കണം. അത് ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ വലിച്ചെടുത്തോളൂ. അപ്പം ഇതിങ്ങനെ ചുറ്റും ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുക.
അപ്പം അങ്ങനെ നമ്മൾ മിററിൻ്റെ ചുറ്റും മിററിൻ്റെ ഫ്രെയിം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിടാം. കെട്ടിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിത്തെ പരിപാടികൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മിറർ ഫ്രെയിം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 16 സർക്കിളിന് 16 പാർട്ടീഷൻ ചെയ്തിട്ടില്ലേ, ഈ 16 പാർട്ടീഷൻ ചെയ്തെടുത്ത് നമ്മൾ ലേസി ഡേസിയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതിന് ചേർന്ന് തന്നെ വളരെ അടുത്ത് തന്നെ ചേർന്ന് തന്നെ നമ്മൾ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ലേസി ഡേസിയാണ് ഇങ്ങനെ കുത്തി ഇവിടെ ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ താത്തിയിട്ട് ആ ടിപ്പിൽ കൊണ്ടുപോയി പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയും ലേസി ഡേസി തയ്ക്കാം. ഈ ഒരു പോയിന്റിലാട്ടോ, ഈ ഒരു പോയിന്റ് വരെ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കണം. അങ്ങനെ ബാക്കി എല്ലാ പോയിന്റിലും ഇതുവരെ തന്നെ ലേസി ഡേസി നമുക്ക് തയ്ച്ചെടുക്കണം. അതിനാണ് ഈ 16 പോയിന്റ്സ് ഇട്ടേക്കുന്നത്, ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തോരം നമുക്ക് ചേർത്ത് മിററുമായിട്ട് എന്തോരം ചേർത്തെടുക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് തന്നെ നീഡിൽ പൊക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ലേസി ഡേസി വെച്ചിട്ട് ഇങ്ങനെ പെറ്റൽസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ ഒരു സൈഡിൽ നമുക്ക് പൊക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പെറ്റലിൻ്റെ ഈ ഒരു സൈഡിലാണ് താഴെയാണ് പൊക്കിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇനി ഇവിടെ സ്പൈഡർ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. സ്പൈഡർ എങ്ങനെ തയ്ക്കുന്നത്, ഒരു ഇതിൻ്റെ ബാക്കിൽ കൂടെയും ഇതിൻ്റെ മുമ്പിലുള്ള പെറ്റലിൻ്റെയും താഴത്തെ കൂടെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വലിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയും താഴത്തേക്കൂടെ രണ്ടെണ്ണത്തിൻ്റെ രണ്ട് പെറ്റലിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ പോവുകയാണ്. ഇനി ഇതിൻ്റെയും താഴത്തേക്കൂടെ അങ്ങനെ ചുറ്റി വരുന്നു. അങ്ങനെ എത്ര റൗണ്ട് പോകണം എന്നുള്ളതാണ് നമുക്കിനി ചെയ്യേണ്ടത്. അത് എത്ര റൗണ്ട്, വലിയ പൂവാണെങ്കിൽ ഒത്തിരി വട്ടം റൗണ്ട് ചെയ്യണം. കുഞ്ഞ് സർക്കിളാണെങ്കിൽ കുറച്ച് വട്ടം റൗണ്ട് ചെയ്താൽ മതി, 1-2 വട്ടം റൗണ്ട് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ 3 വട്ടമാണ്, 3 അല്ലെങ്കിൽ 4 വട്ടം റൗണ്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്. സെക്കൻഡ് റൗണ്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടാണ്. അങ്ങനെ നമുക്ക് 3 റൗണ്ട് ചുറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ 4 വട്ടമാണ് ഇതുവരെ റൗണ്ട് സ്പൈഡർ വർക്ക് ചെയ്തിരിക്കുന്നത്, 4 വട്ടം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലേസി ഡേസിയുടെ ഈ ഒരു പെറ്റലിൻ്റെ ഈ ഒരു സൈഡും ഈ ഒരു പെറ്റലിൻ്റെ ഈ സൈഡും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ പുറമേ കൂടെ ഈ പെറ്റൽസ് എല്ലാം ഇങ്ങനെ കെട്ടുകൂടി ഇരിക്കുന്നവരെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൻറ്ററിൽ ഈ 2 പെറ്റലിൻ്റെയും സെൻറ്ററിൽ നമ്മൾ കുത്തിയെടുക്കുക. സെൻറ്ററിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ പെറ്റലിൻ്റെ ഈ ലേസി ഡേസിയുടെ ഈ ഒരു സൈഡിലത്തെ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക, ത്രെഡിൻ്റെ താഴത്തെ കൂടെ എടുക്കുക. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ മേടിൽ കൂടെ പോവുക. എന്നിട്ട് ഈ ഏത് പോയിന്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുക. ഏത് പോയിന്റിലാണ് നമ്മൾ കുത്തിയെടുത്തതെന്ന് വെച്ചാൽ പൊക്കിയെന്ന് വെച്ചാൽ അവിടെ തന്നെ ഈ നീഡിൽ താത്തുക ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ വന്നില്ലേ. ഇനിയിപ്പുറത്തെ സൈഡ് ഇതുവരെ ചെയ്യുമ്പോൾ അവിടെ നല്ല ഭംഗിയിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഈ 2 പെറ്റലിൻ്റെയും സെൻറ്ററിൽ എടുക്കുക. ഈ പെറ്റലിൻ്റെ താഴത്തെ കൂടെ ഈ സൈഡിലത്തെ ഈ ത്രെഡിൻ്റെ താഴത്തെ കൂടെ പോവുക. മറ്റേ പെറ്റലിൻ്റെ മേളിൽ കൂടെ സൈഡിൽ കൂടെ മേളിൽ കൂടെയും പോവുക. ത്രെഡിൻ്റെ മേളിൽ കൂടെ പോയിട്ട് പിന്നെ താഴത്തെ കൂടെ എടുക്കുക. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ല, നേരെ താഴത്തെ കൂടെ അല്ല, മേളിൽ കൂടെ വന്നിട്ടാണ് ത്രെഡ് മേളിൽ കൂടെ വന്നിട്ട് നീഡിൽ താഴത്തെ കൂടെ എടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എവിടെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ അവിടെ താത്തുക. ഇപ്പോൾ ത്രെഡിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എല്ലാ ത്രെഡിൻ്റെ ഈ 6 സ്ട്രാൻഡ്സിൻ്റെ അടിയിൽ കൂടെ തന്നെ നീഡിൽ പാസ് ചെയ്യാൻ ഓർക്കുക.
ചിലപ്പം ഒന്നോ രണ്ടോ ത്രെഡ് അവിടെ വിട്ടു പോകും, അപ്പോൾ ഭംഗിയാവത്തില്ല. എല്ലാ ത്രെഡിൻ്റെയും താഴത്തെ കൂടെ എടുത്തു പോകാൻ ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ എല്ലാ പെറ്റലിൻ്റെയും ഇങ്ങനെ ഇവിടെയുള്ള എല്ലാ ലേസിയുടെയും ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ 16 എന്ന് പറഞ്ഞത് 18ഓ ഈവൻ നമ്പേഴ്സ് എത്ര വേണമെങ്കിലും നമുക്ക് ആക്കാം. 18, 20, 22 അങ്ങനെ സർക്കിളിൻ്റെ മുഴുപ്പനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. കുഞ്ഞതാണെങ്കിൽ 8 ആക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലേസിയുടെ എല്ലാ ഓരോ സൈഡും വെച്ചിട്ട് എല്ലാ പെറ്റലിൻ്റെയും ഓരോരോ സൈഡ് വെച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഈ ഓരോ വിടവിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റോൺസ് വെക്കാം, കുന്തൻസ് കുഞ്ഞു ബീഡ്സ് കിട്ടുവാണെങ്കിൽ അത് വെക്കാം. അങ്ങനെ നമ്മുടെ കോളത്തിൻ്റെ ഈ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ത്രെഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് ഇവിടെ ഓരോരോ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ വിടവിൽ വെക്കാം. അങ്ങനെ അതൊന്നും വെക്കേണ്ട, ഇങ്ങനെ ഫ്രീ ആയിട്ട് വെക്കണം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിലും വെക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ സെയിം കളർ ബ്ലൂ കളർ ത്രെഡ് എടുത്തിട്ട് 6 strands തന്നെയാണ് ഇവിടെ എല്ലാ സ്റ്റിച്ചും നമ്മൾ എടുത്തിരിക്കുന്നത് തയ്ക്കാനായിട്ട്. അപ്പോൾ 6 strands എടുത്തിട്ട് ഈ ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൻ്റെ നടുക്ക് നമ്മൾ ഒരു ഫ്രഞ്ച് നോട്ട് തയ്ക്കുകയാണ്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ചെയ്താൽ കുഞ്ഞതായിട്ട് കിട്ടും, ലൂസായിട്ട് ചെയ്താൽ കുറച്ചും കൂടെ വലുതായിട്ട് കിട്ടും. അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് എന്തോരം വലുപ്പമാക്കണം, കോളത്തിൻ്റെ സൈസ് പോലെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും തയ്ക്കാവുന്നതാണ്. ബെഡ്ഷീറ്റിൽ വേണമെങ്കിൽ ബെഡ്ഷീറ്റല്ല ബെഡ് സ്പ്രെഡിൽ വേണമെങ്കിൽ ഷോയ്ക്ക് കാണാൻ വേണ്ടി വെക്കാനാണെങ്കിൽ അങ്ങനെ അതിൽ തയ്ക്കാം. പില്ലോ കവറിൽ കുഷൻ കവർ, പില്ലോ കവർ ഷോയ്ക്ക് വെക്കുന്ന വാൾ ഹാങ്ങിങ്ങിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് തയ്ക്കാം. അങ്ങനെ സാരി, ചുരിദാർ, ബ്ലൗസ് പീസിൻ്റെ അകത്ത് അങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് തയ്ക്കാൻ പറ്റിയൊരു ഡിസൈനാണ് ഇത്. നല്ല കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്റ്റിച്ചസ് മാത്രമേ ഉള്ളൂ. ബേസിക്കായിട്ടുള്ള നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നുമേ ഇല്ല. മിറർ ഫിക്സ് ചെയ്യാൻ മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുള്ളൂ ബിഗിനേഴ്സ് ആണെങ്കിൽ. ബാക്കി എല്ലാ സ്റ്റിച്ചസും തന്നെ വളരെ എളുപ്പമുള്ള സ്പൈഡർ വർക്ക്, ഫ്രഞ്ച് നോട്ട്, ലേസി എല്ലാം ബിഗിനേഴ്സിന് പറ്റിയ സ്റ്റിച്ചസാണ്. നമ്മുടെ ഡിസൈൻ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. നമ്മൾ നല്ല കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇത് നമ്മൾ ഫുൾ ഷോളിൽ നമ്മുടെ ദുപ്പട്ടയിൽ നിറച്ച് ഇതുപോലെ സ്കാറ്റർ ചെയ്ത് തയ്ക്കുകയാണ്. എന്നിട്ട് പ്ലെയിൻ ടോപ്പ് ഇടുവാണെങ്കിൽ നല്ല ഹൈലൈറ്റിംഗ് ആയിരിക്കും നമ്മുടെ ഷോൾ. അപ്പോൾ അത് സിൽക്ക് ഷോൾ ആവാം, അതല്ല മറ്റേ ജോർജറ്റ് ഷോൾ ആവാം, ഏത് ഷോളിലായാലും നല്ലോണം കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. നമ്മുടെ ലുക്ക് തന്നെ മാറ്റുന്ന ഒരു ഡിസൈനിങ് ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വിടവ് കാണുന്നുണ്ട്. ഞാനത് ഫില്ല് ചെയ്തിട്ടില്ല. എനിക്ക് ബീഡ് വർക്ക്സ് അങ്ങനെ താല്പര്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിന് ചുറ്റും ഒരു സർക്കിൾ ബീഡ് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും ഒരു ബീഡ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബീഡ് ചെയിൻ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.